ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനെ തച്ചുടയ്ക്കാൻ, ഇറാനെ ചുട്ടെടുക്കാൻ 10,000 സൈനികർ ഇറാനിലേക്ക് പുറപ്പെടുകയാണ് എന്ന് മണിക്കൂറുകൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. കരയുദ്ധത്തിൻ്റെ സൂചന നൽകിക്കൊണ്ട് ഇറാനെ തകർക്കും എന്തു വന്നാലും എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ട്രംപ് പ്രഖ്യാപിക്കുന്നു. USS ട്രിപ്പോളി എന്ന 3ാമത്തെ പടക്കപ്പലിൽ 10,000-കണക്കിന് സൈനികർ അണിനിരന്നു കഴിഞ്ഞു. ഏത് നിമിഷവും ഇറാൻ കീഴടങ്ങേണ്ടി വരും, ഇല്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നൊക്കെ ട്രംപ് അലമുറയിട്ടു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഇറാൻ്റെ ഒരു മറുപടി എത്തി. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, വാ, വേഗം വാ, 10 ലക്ഷം സൈനികരാണ് ഇവിടെ തയ്യാറായി നിൽക്കുന്നത് എന്ന്. അതായത് 10,000 സൈനികരുമായി അമേരിക്ക ഇറാനെ തച്ചുടയ്ക്കാൻ ഇറങ്ങിയപ്പോൾ ഇറാൻ അതിന് പകരം വെച്ചത് 10 ലക്ഷം സൈനികരാണ്. എന്ത് സംഭവിക്കുമെന്ന് അധികം പറയേണ്ടതില്ലല്ലോ. ഇതോടുകൂടി ട്രംപ് വിരണ്ടു. ഉടൻ തന്നെ ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനം വരുന്നു: 10 ദിവസത്തേക്ക് ഞങ്ങൾ ഇറാനെ ആക്രമിക്കില്ല, പ്രത്യേകിച്ച് ഇറാൻ്റെ ഊർജ കേന്ദ്രങ്ങളെ തൊടില്ല എന്ന്. അതായത് ട്രംപ് അടപടലം വിരണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള വഴികൾ തേടിക്കൊണ്ടേയിരിക്കുകയാണ് എന്നു തന്നെ വേണം കരുതാൻ. അതായത് ഇപ്പോൾ ഈ രീതിയിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറല്ല. കാരണം 10,000 സൈനികരെ അണിനിരത്തിക്കൊണ്ട് USS ട്രിപ്പോളി എന്ന 3ാമത്തെ പടക്കപ്പൽ ഇറാന്റെ തീരത്തോടടുക്കുമ്പോൾ അവിടെ അണിനിരന്ന് നിൽക്കുന്നത് 10 ലക്ഷം ഇറാൻ സൈനികരാണ്. കരയുദ്ധത്തിൽ ഇറാനെ തൊടാൻ പോലും ആകില്ല എന്ന് ട്രംപിന് ഇതോടകം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിൽ ഒരു ടേൺ അടിച്ചത്. ട്രംപിൻ്റെ വാക്കും പഴയ ചാക്കും എന്ന നിലയിലേക്ക് ഒരു പുതിയ പ്രയോഗം തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. നോക്കുക, ഇറാനെ ഒരു തരത്തിലും പിടിച്ചു കെട്ടാൻ കഴിയാതെ, ഒരു തരത്തിലും ഇറാനെ തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ, ഏതെങ്കിലും തരത്തിൽ ഏകപക്ഷീയമായി ഞങ്ങൾ യുദ്ധം വിജയിച്ചേ എന്ന് പ്രഖ്യാപിക്കാൻ കഴിയാതെ നട്ടം തിരിയുന്ന ലോക പോലീസിൻ്റെ തലവനെയാണ് ഇപ്പോൾ ലോകം കഷ്ടത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപഹാസ്യനാവുകയാണ് ട്രംപ് എന്നതിന് ഇതിൽ പരം മറ്റൊരു ഉദാഹരണം വേറെയില്ല. കാരണം ഇത്രയും നാൾ ഏതൊക്കെ രാജ്യങ്ങളിൽ എന്തൊക്കെ നടക്കണമെന്ന് വിചാരിച്ച് അതുപോലെ നടത്തിക്കൊണ്ടിരുന്ന ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന വ്യക്തി. അതാരായാലും ഏറ്റവും ഒടുവിൽ ട്രംപ് വന്നപ്പോൾ വെനസ്വലയിൽ നടന്നത് നമ്മൾ കണ്ടതാണ്. വെനസ്വലൻ പ്രസിഡന്റിനെ ഒരു സുപ്രഭാതത്തിൽ പാതിരാത്രി പോകുന്നു, രാവിലെ തൂക്കിയെടുത്തുകൊണ്ട് വരുന്നു. അത്രയും വലിയ സന്നാഹങ്ങളുള്ള അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് ഉൾപ്പെടെയുള്ള ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സേനയാണ് ഡെൽറ്റ ഫോഴ്സ്. ഈ ഫോഴ്സ് അടക്കമുള്ളവർ ഇറാൻ്റെ മുന്നിൽ തോറ്റ് നട്ടം തിരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതേസമയം ഇസ്രായേലാകട്ടെ അമേരിക്ക പറയുന്നതൊന്നും കേൾക്കാതെ ഇറാന് നേരെ നിരന്തരമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്ഫഹാൻ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാന ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന മേഖലയിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണമുണ്ടായി. തൊട്ടു പിന്നാലെ ഇസ്രായേൽ നഗരങ്ങളിൽ തീമഴ പെയ്യിക്കുകയാണ് ഇറാൻ ചെയ്തത്. ടെലവീവ് അടക്കമുള്ള നഗരങ്ങൾ നിന്ന് കത്തുന്നുവെന്ന റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ലെബനനിൽ നിന്നും ഇസ്രായേലിന് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്. ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് കഴിഞ്ഞ രാത്രിയിൽ 81 ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തി എന്നുള്ളതാണ്. 10 മെർക്കാവ ടാങ്കുകൾ അഗ്നിക്കിരയാക്കിയെന്നും അതിനു മുമ്പ് നടന്നൊരു ആക്രമണത്തിൽ ഏതാണ്ട് 20-ലധികം ടാങ്കുകൾ തകർത്ത് കളഞ്ഞുവെന്നും ഹിസ്ബുള്ള പറയുന്നു. അതായത് ലെബനനിലേക്ക് കരയുദ്ധത്തിന് തയ്യാറായി നിന്ന മെർക്കാവ ടാങ്കുകൾ ലെബനന്റെ അതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു എന്നാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം. അതായത് ഇസ്രായേലിന് നേരിട്ടുള്ള യുദ്ധത്തിൽ ഇറാനെ തകർക്കാൻ കഴിയുന്നില്ല, പിടിച്ചുകെട്ടാൻ കഴിയുന്നില്ല. ഒപ്പം ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പായിട്ടുള്ള ഹിസ്ബുള്ളയും ഇസ്രായേലിലേക്ക് നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുന്നു. അതിനെയും ഫലപ്രദമായി പ്രതിരോധിക്കാനോ അവരുടെ കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാനോ പൂർണ്ണമായി ഇസ്രായേലിന് കഴിയുന്നില്ല. അങ്ങോട്ടേക്ക് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷെ പരിപൂർണമായ യുദ്ധ വിജയത്തിലേക്ക് ഇസ്രായേൽ എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇവിടെ 2 ശക്തികൾ, ലോകശക്തികൾ എന്ന് അവകാശപ്പെടുന്ന, ഞങ്ങൾ വിചാരിച്ചാൽ എന്തും നടക്കുമെന്ന് വിശ്വസിച്ചിരുന്ന, അതൊക്കെ ഈ പാവപ്പെട്ട ഗസയിലെ ജനങ്ങളുടെ നെഞ്ചത്ത് ബോംബിട്ട് ഞങ്ങൾ വിചാരിച്ചാൽ ഇവിടെയൊക്കെ യുദ്ധം ജയിക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്ന 2 ശക്തികൾ യഥാർത്ഥ ശക്തികളുമായി ഏറ്റുമുട്ടാൻ പോയിട്ട് തോറ്റമ്പി നടുക്കടലിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം 1 മാസം പിന്നിട്ടിരിക്കുന്നു. ട്രംപ് തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു കാലമാണെങ്കിൽ, ആ ഒരു സമയപരിധിയാണെങ്കിൽ യുദ്ധം വിജയിക്കേണ്ട സമയമായി. ഇറാനിൽ താൻ പറയുന്ന ഭരണാധികാരി വരുമെന്ന് ട്രംപ് പറഞ്ഞിട്ട് എത്ര നാളായി? അവിടെ ഇപ്പോൾ ആരാണ് ഭരിക്കുന്നത്? IRGCയെ പൂർണ്ണമായും നിരായുധീകരിച്ചുവെന്നും ഇറാന്റെ മിസൈൽ ലോഞ്ചിങ് പാഡുകൾ പൂർണ്ണമായി തകർത്തുവെന്നും ട്രംപും നെതന്യാഹുവും എത്ര തവണ പ്രഖ്യാപിച്ചു.
എന്നിട്ട് ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? ഇപ്പൊ വീണ്ടും 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 അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് 13 അമേരിക്കൻ സൈനിക താവളങ്ങൾ തകർത്തു എന്നാണ് ഇന്ന് പുലർച്ചെ വന്ന റിപ്പോർട്ട്, ഇതുവരെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ജെറുസലേം, ഹൈഫ, അതുപോലെ തന്നെ ടെൽ അവീവ് എന്ന പ്രധാനപ്പെട്ട അവരുടെ നഗരം, ഇവിടെയൊക്കെ തീമഴ പെയ്യുന്നതിൻ്റെ റിപ്പോർട്ടുകൾ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇതോടകം പുറത്തു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ യുദ്ധം നിർത്താൻ സാധിക്കില്ല, അവർ ഇറാനെ പരിപൂർണമായി തകർത്തിട്ടേ പിന്നോട്ടുള്ളൂ എന്ന് വെല്ലുവിളിച്ച് യുദ്ധത്തിനിറങ്ങിയതാണ്. പക്ഷേ അവർക്കും ഇറാനെ പിടിച്ചുകെട്ടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേലും അമേരിക്കയും ഇറാന്റെ ഏതെങ്കിലുമൊക്കെ കുറച്ച് ലോഞ്ച് പാഡുകളും സൈനിക കേന്ദ്രങ്ങളും തകർക്കും, മിസൈൽ സംഭരണശാലകൾ എന്ന് കരുതി ചില കെട്ടിടങ്ങൾ തകർക്കും, അതിനുശേഷം ഇരുവരും പ്രഖ്യാപിക്കും ഇറാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർന്നു എന്ന്. അപ്പോഴായിരിക്കും ഇറാൻ മറ്റൊരു കേന്ദ്രത്തിൽ നിന്ന് ശക്തമായ ആക്രമണം നടത്തുക. അതായത് ഇറാന്റെ ആയുധ ശേഖരങ്ങൾ എവിടെയാണ്, ആയുധ കേന്ദ്രങ്ങൾ എവിടെയാണ്, ഇറാന്റെ യഥാർത്ഥ ശക്തി കേന്ദ്രീകരിക്കുന്നത് എവിടെയാണ്, IRGCയുടെ കമാൻഡിംഗ് സ്റ്റേഷൻ എവിടെയാണ് തുടങ്ങിയ രഹസ്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോഴും അമേരിക്കയ്ക്കും ഇസ്രായേലിനും യാതൊരു പിടിയും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ എവിടെ പോയി എന്നുള്ള ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലായിരുന്നു USS ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ. ഈ കപ്പൽ അവിടെ കൊണ്ടുവന്നിട്ടിട്ട്, അതായത് ഇറാന്റെ തീരത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞ് അമേരിക്ക കുറെക്കാലം ഇറാനെ ഭയപ്പെടുത്തി. ഇതിനിടയിൽ ആ കപ്പലിന്റെ തീപിടിച്ചു. അത് ആക്രമിച്ചതാണെന്ന് ഇറാൻ പറയുന്നു, അല്ലാതെ ഉണ്ടായ തീപിടുത്തമാണെന്ന് അമേരിക്കയും പറയുന്നു. പക്ഷേ ഈ കപ്പൽ ഇപ്പോൾ കാണുന്നില്ല. ഗ്രീസിലെ ഏതോ അറ്റകുറ്റപ്പണി കേന്ദ്രത്തിലാണ് ഈ കപ്പൽ എന്നാണ് ഉയരുന്ന വിവരം. അതുപോലെ തന്നെ USS എബ്രഹാം ലിങ്കൺ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഈ പടക്കപ്പലിന് നേരെ ആക്രമണം നടത്തിയെന്ന് ഇറാൻ വ്യക്തമായി പറയുകയും അതിൻ്റെ ചില വീഡിയോകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ കപ്പലിനെ കുറിച്ചും അമേരിക്ക പറയുന്നില്ല. പകരം USS ട്രിപ്പോളി എന്ന് പറയുന്ന മറ്റൊരു കപ്പലാണ് വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ തന്നെ 5000 മുതൽ 10000 വരെ പടയാളികൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതൊന്നും പോരാ ഇറാനെ ആക്രമിക്കാൻ. അമേരിക്കയെ സംബന്ധിച്ച് കരയുദ്ധത്തിന് ഇറക്കാനാണെങ്കിൽ പരമാവധി ഇപ്പോഴത്തെ ഒരു സൈനിക ശേഷി വെച്ച് 50,000-ഓളം സൈനികരുണ്ടാകും. പക്ഷേ ആ 10 ലക്ഷം സൈനികരാണ് ഇറാന്റെ പക്ഷത്തുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കരയുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ 50,000 സൈനികരെയും വധിക്കാൻ ഇറാന്റെ 10 ലക്ഷം വരുന്ന സൈനികർ ധാരാളമാണ്. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ സൈനിക സന്നാഹങ്ങൾ മുഴുവൻ തച്ചുടയ്ക്കാൻ ഇറാന്റെ ഈ ശേഷിക്ക് കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇറാന്റെ മണ്ണിലേക്കാണ് അവർ ഇറങ്ങുന്നത്. അവിടെ ഗ്രൗണ്ട് സപ്പോർട്ട്, ജിയോഗ്രഫിക്കലി തന്നെ ഇറാന് വലിയ മുന്നേറ്റ സാധ്യതകളുണ്ട്. എന്ന് മാത്രമല്ല, ഗറില്ല വാർഫ്രണ്ട് അടക്കമുള്ള നിരവധി യുദ്ധതന്ത്രങ്ങൾ ഇറാന്റെ പക്കലുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ഇനിയും അങ്ങോട്ട് അടഞ്ഞു കിടക്കുകയും കരയുദ്ധത്തിനിറങ്ങുന്ന സൈനികരെ മുഴുവൻ ഇറാൻ കൈകാര്യം ചെയ്യുകയും ചെയ്താൽ അമേരിക്കയ്ക്ക് നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥ വരും. അതിനിടയിൽ ഹൂത്തികളുടെ ഒരു നിർണായകമായ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത്, ഇനിയും ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ അടക്കം ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാബൽ മന്ദബ് കടലിടുക്ക് ഞങ്ങൾ അടയ്ക്കുമെന്ന് ഹൂത്തികൾ പറയുകയാണ്. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, അത് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്ന സമയത്ത് ചെങ്കടലിലെ പ്രധാനപ്പെട്ട പാതകൾ ഹൂത്തികൾ അടച്ചിരുന്നു. ഏതാണ്ട് 200ഓളം കപ്പലുകൾക്ക് നേരെ അന്ന് ഹൂത്തികൾ ആക്രമണം നടത്തിയിരുന്നു. ഏതാണ്ട് 5ഓളം കപ്പലുകൾ പൂർണ്ണമായി ഹൂത്തികൾ മുക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ആ പ്രദേശം വീണ്ടും അടയ്ക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു വശത്ത് ഹോർമൂസ് കടലിടുക്ക് അടയുന്നു, മറുവശത്ത് ചെങ്കടൽ പൂർണ്ണമായി അടയുന്നു, സൂയസ് കനാൽ അടഞ്ഞു കിടക്കുന്നു. നോക്കുക, ലോകത്തിൻ്റെ മുഴുവൻ കപ്പൽ ഗതാഗതവും വ്യാപാര നെറ്റ്വർക്കും തകർന്ന് തരിപ്പണമായി പോകും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് യുദ്ധം പോയാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദികൾ അമേരിക്കയായിട്ട് വരും. ലോകത്തോട് മുഴുവൻ, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങളോട് മുഴുവൻ അമേരിക്ക സമാധാനം പറയേണ്ടി വരും. ഇങ്ങനെ ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഗൾഫ് രാജ്യങ്ങൾ അടക്കം, യൂറോപ്യൻ യൂണിയൻ അടക്കം അമേരിക്കയോട് പറഞ്ഞ് ഇങ്ങനെ യുദ്ധത്തിന് പോകരുത്, കാരണം ഇറാൻ ശക്തമായി തിരിച്ചടിക്കും, കടലിടുക്ക് അടയാൻ സാധ്യതയുണ്ട്, ഹോർമുസിലൂടെ ഗതാഗതം നടക്കില്ല, എണ്ണ വ്യാപാര പ്രശ്നമുണ്ടാകും എന്നൊക്കെ പലതരത്തിലുള്ള മുന്നറിയിപ്പുകളും ഇറാൻ നൽകുന്നു. അതനുസരിച്ച് ഗൾഫ് രാജ്യങ്ങളടക്കം ഈ യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പുനർവിചിന്തനം വേണമെന്ന മട്ടിൽ ട്രംപിനോട് സംസാരിച്ചിരുന്നു. പക്ഷെ അന്ന് ട്രംപ് പറഞ്ഞത്, അമേരിക്കൻ കപ്പലുകൾ മറ്റു കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കും, അമേരിക്ക എല്ലാം നോക്കിക്കോളാം, ഒരു കാരണവശാലും ഇറാൻ തല പൊക്കില്ല, ഞങ്ങൾ അടിച്ചു വീഴ്ത്തും എന്ന് പറഞ്ഞ് ആദ്യഘട്ടത്തിൽ ആയത്തുള്ള അലി ഖാംനെയി അടക്കമുള്ള നിരവധി പ്രമുഖരെ വധിക്കുന്നു, പ്രതിരോധ മന്ത്രിയെ വധിക്കുന്നു, ഉന്നത സൈനിക തലവന്മാരെ വധിക്കുന്നു, ശാസ്ത്രജ്ഞരെ വധിക്കുന്നു. അപ്പോൾ വിചാരിച്ചത് ഇതോടുകൂടി ഇറാൻ സറണ്ടർ ആവും, കാലിൽ വീഴുമെന്നാണ്. പക്ഷേ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നത് സംബന്ധിച്ചൊരു പ്ലാൻ ABCD എന്ന് പറഞ്ഞ് നിരന്തര കാലത്തേക്കുള്ള പദ്ധതികൾ ആയത്തുള്ള അലി ഖാംനെയുടെ നേതൃത്വത്തിൽ ഇറാൻ തയ്യാറാക്കി വെച്ചിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും തലമണ്ട തകർത്തത്. അതിനുശേഷം പിന്നെ പിടിച്ചു നിർത്താൻ വഴിയില്ലാത്ത വിധത്തിൽ ഇറാൻ പ്രത്യാക്രമണം തുടങ്ങി. ഇറാൻ മുമ്പ് പറഞ്ഞ വാണിങ്ങുകളൊക്കെ, മുന്നറിയിപ്പുകളൊക്കെ
അവർ പ്രാവർത്തികമാക്കി. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തൊക്കെ സംഭവിക്കും ഒരു യുദ്ധം തുടങ്ങിയാൽ എന്ന് ഇറാൻ മുമ്പ് മുന്നറിയിപ്പ് കൊടുത്തോ അത് മുഴുവൻ സംഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു പ്ലാനിങ്ങുമില്ല. കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ് അമേരിക്ക. പക്ഷേ ഇറാനെ സംബന്ധിച്ച് വ്യക്തമായ പദ്ധതികളുണ്ട്. അവരുടെ യുദ്ധ ലക്ഷ്യങ്ങൾ നേടുന്നത് വരെ അവർ പ്രതികാരം തുടരുമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഒന്നുകിൽ ഇറാൻ പറയുന്ന പ്രധാനപ്പെട്ട എല്ലാ കണ്ടീഷൻസും അംഗീകരിച്ച് അമേരിക്ക നിരുപാധികം കീഴടങ്ങി, ഇസ്രായേലും കീഴടങ്ങി, ഇനി മേലാൽ ഇറാൻ്റെ 7 അയലത്തേക്ക് പോകാത്ത രീതിയിലൊരു കരാർ ഒപ്പിട്ട് പിന്മാറുക. അതോടുകൂടി അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിലെ മുഴുവൻ സൈനിക താവളങ്ങളും പിൻവലിക്കേണ്ടി വരും. അല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറാകില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് നോക്കുക, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി, അതുപോലെ തന്നെ പാർലമെൻറ്റ് സ്പീക്കർ എന്നിവരെ ഞങ്ങൾ ആക്രമിക്കില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. കാരണം ഞങ്ങൾക്ക് ചർച്ച നടത്താൻ അവർ ബാക്കി വേണമെന്ന്. അതിൻ്റെ മറ്റൊരു അർത്ഥമെന്ന് പറയുന്നത്, ഇനി ഇറാൻ്റെ പരമാധികാരത്തെ തൊട്ട് കളിച്ചാൽ അപകടമാണെന്ന് മനസ്സിലായതുകൊണ്ട് ഇനി ഉന്നതരെ വധിക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകില്ല എന്ന് പറയുകയാണ് ഇസ്രായേൽ. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് ഇത്രയും നാളും വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ പദ്ധതി ഇട്ടതുപോലെ യുദ്ധവുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ട് ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന്, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ തങ്ങളുടെ പരിധിയിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല എന്ന് ഇസ്രായേലും വ്യക്തമായി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പേടിച്ച് വിറയ്ക്കുന്ന അമേരിക്ക എന്തായാലും ഡയറക്റ്റ് ഫൈറ്റിലേക്ക് ഇനി കുറച്ചു നാളത്തേക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. 10 ലക്ഷം സൈനികരാണ് എതിർക്കാൻ നിൽക്കുന്നത്. അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കാൻ എന്തായാലും താല്പര്യമില്ല എന്ന് ട്രംപിന് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഇനിയും ആക്രമണം തുടർന്നു കഴിഞ്ഞാൽ സ്ഥിതി അതീവ ഗുരുതരമാകുമെന്ന് ഗൾഫ് രാജ്യങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്, അമേരിക്കയ്ക്കും മനസ്സിലായിട്ടുണ്ട്. ഇപ്പോഴും പക്ഷേ യുദ്ധം തുടരുന്നത് ഇസ്രായേലാണ്. അത് ലോകത്തിന് മുന്നിൽ അവരുടെ പ്രതിച്ഛായയ്ക്ക് നഷ്ടമുണ്ടാകാതിരിക്കാൻ, കോട്ടമുണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന വിലയിരുത്തലും വരുന്നുണ്ട്. എന്തായാലും ഇറാൻ്റെ വാശി, ഇറാൻ്റെ പ്രതികാരം, ഇറാൻ്റെ തിരിച്ചടി അവസാനിപ്പിക്കാൻ ഈ ലോകശക്തികൾക്ക് ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഒരു ഒത്തുതീർപ്പ് വേണമെങ്കിൽ ഇറാൻ പറയുന്നതെല്ലാം അനുസരിച്ച് സാഷ്ടാംഗം വീഴേണ്ടി വരുന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് അമേരിക്കയും ഇസ്രായേലും എത്തപ്പെട്ടിരിക്കുന്നു. ഇറാൻ അവരെ എത്തിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യവും ലോകം മനസ്സിലാക്കുകയാണ്.